ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഓരോ ജീവിതം ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നിയമനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമരം കഴിഞ്ഞ ഏതാനും ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, സിവിൽ പോലീസ് ഓഫീസേഴ്സ്. 2019 നോട്ടിഫിക്കേഷൻ വന്ന് 2020 പരീക്ഷയുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ലിസ്റ്റിൽ ഇടം പിടിച്ച 13,975 പേർ. അതിൽ 21% പേർക്ക് മാത്രമാണ് ഇതിനോടകം നിയമനം ലഭിച്ചത്. കാലാവധി തീരാൻ 1.5 മാസം ബാക്കി നിൽക്കെ എന്ന് തങ്ങളുടെ നിയമനം സാധ്യമാക്കും, യാഥാർത്ഥ്യമാക്കും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് 11,000-ഓളം ഉദ്യോഗാർത്ഥികൾ തെരുവിൽ സമരം ചെയ്യുകയാണ്. പക്ഷേ അധികാരികൾ ഇവരെ കാണുന്നില്ലേ? കണ്ടിട്ട് അനങ്ങുന്നില്ലേ? ആരുണ്ട് ഇവർക്ക് വേണ്ടി ചോദിക്കാൻ? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. കത്തുന്ന ചൂടിൽ എരിയുകയാണ് തലസ്ഥാനം. പക്ഷേ ആ ചൂടിനെയൊക്കെ അതിജീവിക്കുന്ന ആവേശത്തോടെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തങ്ങളുടെ ന്യായമായ അവകാശം എത്രയും പെട്ടെന്ന് സാധ്യമാക്കി തരണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നത്. നിയമന കാലാവധി തീരാൻ 1.5 മാസം മാത്രമാണ് ഇനി ഇവർക്ക് മുമ്പിൽ ബാക്കി. കാലാവധി തീരുന്നതിന് മുമ്പ് പരമാവധി ആളുകൾക്ക് നിയമനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 10,000-ലധികം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ സമരവുമായി തലസ്ഥാന നഗരിയുടെ വേദന കാഴ്ചയായി മാറുന്നത്. നമുക്കൊപ്പം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി കൂടിയായ രാജേഷ് ചേരുന്നു. രാജേഷ്, ഇങ്ങനെയൊരു സമരവുമായി നിങ്ങൾ എത്ര ദിവസമായി തെരുവിൽ അറിയാൻ തുടങ്ങിയിട്ട്? നമ്മള് ഇന്നിപ്പോ 10ാം ദിനമാണ്, രാപ്പകൽ സമരമാണ്. നമ്മൾ രാത്രിയിൽ ഈ സെക്രട്ടേറിയറ്റിന് ഇടയിലാണ് ഒരു റാങ്ക് ലിസ്റ്റുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾ ഇവിടെ തന്നെയാണ് അന്തി പറയുന്നത്. നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇന്ന് 10 മാസം കഴിഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 50 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ വെളിയിൽ നിൽക്കുന്നത്, അതായത് 10,000-ഓളം കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന അന്ന് മുതൽ കയറി ഇറങ്ങാത്ത രാഷ്ട്രീയക്കാരുടെ വീടുകളില്ല, മന്ത്രിമന്ദിരങ്ങളില്ല. ഞങ്ങൾ എല്ലാ MLA-മാരെയും എല്ലാ മന്ത്രിമാരെയും കയറി ഇറങ്ങി കണ്ടു. അതുപോലെ തന്നെ നവകേരള സദസ്സിൽ നമ്മൾ 30,000-ലധികം അപേക്ഷകളും നിവേദനങ്ങളും കൊടുത്തു. നമുക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവർ പറയുന്ന മറുപടി? എന്താണ്? നമ്മുടെ ഫോണിലേക്ക്, എല്ലാവരുടെയും ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ സെക്രട്ടറിയുടെ സമരം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അല്ല, എത്ര ദിവസത്തിനകം ഇതിൽ നടപടി എടുക്കാമെന്നാണ് അവർ മറുപടി നൽകുന്നത്? അങ്ങനെ മറുപടിയൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ പരാതികൾ ഉന്നത അധികാരികളിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ചില പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ടെന്നും ചിലത് ഉന്നത അധികാരികളിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നുമാണ് നമുക്ക് ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ല, ഇതിൽ എത്ര പേർക്കായിരുന്നു ഈ പരീക്ഷ എഴുതിയതിൽ എത്ര പേർക്കാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്? പരീക്ഷ എഴുതിയത് 2,50,000-ഓളം ആൾക്കാരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ പ്രിലിംസും മെയിൻസ് എന്നീ 2 ഘട്ടങ്ങളും കഴിഞ്ഞ് ഫിസിക്കൽ എന്ന വളരെ കഠിനമേറിയ ഫിസിക്കലും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നത് 13,975 പേരാണ്. അതിലും 21% താഴെ മാത്രമാണ് നിയമനം ലഭിച്ചത്. 2021 നിയമസഭയിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതായത് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്, അദ്ദേഹവും അതുപോലെ തന്നെ അന്നത്തെ PSC ചെയർമാനും പറഞ്ഞത് ഇനി മുതൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്നത് വേക്കൻസികൾക്കനുസരിച്ച് മാത്രമായിരിക്കുമെന്നാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഭൂരിപക്ഷ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് 2 ഘട്ട പരീക്ഷയും ഫിസിക്കലും നടത്തിയത്. എന്നാൽ ആ ഒരു പ്രക്രിയ കഴിഞ്ഞിട്ട് വന്ന റാങ്ക് ലിസ്റ്റിലാണ് ഇപ്പോൾ 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിന് പുറത്താകുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ സമരം നിങ്ങൾ എങ്ങനെ തുടരാനാണ്? സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഉചിതമായ നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സമരം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും? സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് കാരണം ഈ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പലരുടെയും വീട്ടിൽ ജപ്തി നോട്ടീസും അതുപോലെ അച്ഛനും അമ്മയൊക്കെ അസുഖബാധിതരായി കിടക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അതുപോലെ തന്നെ 26 വയസ്സിൽ അപ്ലൈ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി 2019 നോട്ടിഫിക്കേഷൻ വിളിച്ചാന്ന് പറഞ്ഞു. 26 വയസ്സിൽ അപ്ലൈ ചെയ്ത ആൾക്ക് ഇന്ന് 31 വയസ്സായി. അയാൾക്കിനി വേറൊരു എക്സാം എഴുതാൻ പറ്റത്തില്ല, കാരണം ഏജ് ഓവർ ആയിപ്പോയി. 80% ഉദ്യോഗാർത്ഥികളുടെ ഏജ് ഓവറായി. നമുക്കിനി വേറൊരു എക്സാം എഴുതാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരി ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു സമരത്തിനാണ് ഈ PSCയുടെ സിവിൽ
പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും നിയമനം സാധ്യമാകുന്നത് വരെ ശക്തമായ ഈ സമരം തുടരുമെന്ന ഒരു പ്രഖ്യാപനവുമായാണ് സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരസമിതിയുടെ കൺവീനർ കൂടിയായ അരവിന്ദ് നമ്മളോടൊപ്പം ചേരുന്നു. അരവിന്ദ്, ഏതാണ്ട് 11,000-ഓളം ഉദ്യോഗാർത്ഥികളാണ് ഈ നിയമനം കാത്തു കിടക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലായിരിക്കും ഈ പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോവുക? തീർച്ചയായിട്ടും നമ്മളിത് സമരം തുടങ്ങി 10 ദിവസമാണ് ഇപ്പോൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ട് തന്നെ സമരത്തിൽ മുറകളുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇത്രയും നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരു സമൂഹം, ഈ വിദ്യാർത്ഥി സമൂഹം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായ സമരം മുറകളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും. നിങ്ങൾ ആഭ്യന്തര വകുപ്പിൽ ആരെങ്കിലുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു? ആഭ്യന്തര വകുപ്പില് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കേണ്ടായി. പക്ഷെ അതൊന്നും അനുകൂലമായിട്ടുള്ള മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറി നമുക്ക് പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷെ പോലീസ് സേനയിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നിരവധി ഒഴിവുകളുണ്ട്, അവർക്ക് ജോലി സമ്മർദ്ദമുണ്ട്. പക്ഷെ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാരണങ്ങളെല്ലാം പറഞ്ഞ് അനൌദ്യോഗികമായിട്ട് ഈ കാരണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ഈ നിയമനം നടക്കുന്നില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, ഈ ലാംഗ്വേജ് കാലാവധിക്കുള്ളിൽ തന്നെ പരമാവധി നിയമനം കൊടുക്കണമെന്നാണ് നമ്മൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയുമായി മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നിങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു? ഇതിനോടൊക്കെ നിരവധി രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ ഭാഗത്തു നിന്നുള്ളവരൊക്കെ അവരുടേതായിട്ടുള്ള പിന്തുണ നൽകി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരൊക്കെ ഇവിടെ എത്തി നമുക്കിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലുള്ള നിരവധി PSC കോച്ചിംഗ് സെന്ററുകൾ, ലക്ഷ്യ എൻട്രി, അതുപോലെ സൈലം അടക്കമുള്ള ആ മേഖലയിലുള്ള നിരവധി അധ്യാപകർ വന്ന് ഇവിടെ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടായിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ തരത്തിലാണ് ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, കേരളത്തിന്റെ ആകെ ജനസംഖ്യ ഏതാണ്ട് 3.5 കോടിയോളമാണ്. ഈ 3.5 കോടിയോളം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ 2.5 ലക്ഷത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ തന്നെ ആ ക്രമസമാധാന ചുമതലയും ഉള്ളവരുടെ എണ്ണം നാമമാത്രം. അവർക്കിടയിലേക്കാണ് ഒഴിവുകൾ നിവർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ സിവിൽ പോലീസ് ഓഫീസർമാരുടെ നിയമനം വൈകാതെ നടത്തേണ്ടതിന്റെ അനിവാര്യതയും. അത് നടപ്പിലാക്കാൻ വൈകുന്നതോടെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെ വേണം പറയേണ്ടി വരാൻ. ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ മുട്ടിൽ കുത്തി നിന്നുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മറുവിഭാഗം ഇത്തരത്തിൽ മൊട്ടയടിച്ചുകൊണ്ട് തലമുണ്ടനം ചെയ്തുകൊണ്ട് ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. നിങ്ങൾ എത്ര ദിവസമായി ഇങ്ങനെ ഒരു സമരം തുടങ്ങി? 10ാമത്തെ ദിവസം. അപ്പൊ ഈ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്ന കടുത്ത തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ശൈലി സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്തിട്ടു ഗവൺമെന്റ് ഭാഗത്ത് നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയോ ഇതിവിടെ ശാലപ്രദർശനം നടത്തിയിട്ടുണ്ട്, പിന്നെ മുട്ടിലേങ്ങി നടന്നിട്ടുണ്ട്. നമ്മൾ പല രീതി ഇതിന് മുന്നേ നമ്മൾ ആദ്യഘട്ടങ്ങളിൽ നേതാക്കന്മാരെയും മന്ത്രിമാരെയും MLA എല്ലാവരെയും നമ്മൾ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവർ ചെയ്തുകൊണ്ടിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾ അറിയാനോ ഒന്നിനും അവർ ശ്രമിച്ചിട്ടില്ല. സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രതിസന്ധിക്കിടയിൽ നിയമനം നൽകുന്നതിന്റെ പരിമിതികളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദികൾ നമ്മളല്ല. അപ്പൊ അത് സർക്കാർ മനസ്സിലാക്കണം. അപ്പൊ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ തന്നെ ഈ ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകിയാൽ തീരാവുന്ന പ്രശ്നം ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിസ്റ്റ് നിലനിൽക്കെ തന്നെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു. അവരെ പരീക്ഷ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, അവരിപ്പോ അവരുടെ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലിസ്റ്റ് കഴിയുന്നതിന്റെ പിറ്റേന്ന് തന്നെ മിക്കവാറും അവരുടെ ലിസ്റ്റ് വരും. അപ്പൊ അതല്ലാതെ ഇപ്പൊ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിച്ചിട്ടുണ്ട്. ഒഴിവുകളില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ എന്തിനും ഇത്രയധികം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു? പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒഴിവുകളില്ലാതെയാണ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വിളിച്ചതെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഒഴിവ് ഇതിന് മുന്നേ പറഞ്ഞു വെച്ചാൽ അതായത് നമ്മളെ ഒഴിവുകൾക്ക് ആനുപാതികമായിട്ട് മാത്രം ലിസ്റ്റ് ഇടുക പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് 1700 ആണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ളത്. അതായത് ഒരു ബറ്റാലിയന്റെ 1700 2000 വരെയാണ് ഓരോ ബറ്റാലിയനിലും പിന്നെ മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒഴിവുകളില്ലാതെ ഇത്രയധികം ലിസ്റ്റ് ഇട്ടു.
ഇത്ര വലിയൊരു ലിസ്റ്റ് ഇട്ടു. ഇവർ ചുരുക്കം 21% മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത്. ഇത്രയും വലിയ ലിസ്റ്റ് ഇട്ടിട്ട് ഇത്ര ചെറിയ നിയമനം നടത്താനാണെങ്കിൽ എന്തിന് ഇത്ര വലിയ ലിസ്റ്റ് ഇട്ടു? ഇത് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് മാത്രമാണ്. അല്ല, ഈ സമരം അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും ഇനി മുമ്പോട്ട് അങ്ങ് പോകുന്നത്? സമരം ഇനി ഓരോ ദിവസവും നമ്മൾ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. പുതിയ പുതിയ സമര മുറകൾ വരും. ഇത് ഗവൺമെന്റ് കാണുന്നവരെ പട്ടിണി കിടന്ന് ഇവിടെ മരിക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും വലിയ ശക്തമായ പ്രതിഷേധം അത് ഈ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് മുട്ടിലടിഞ്ഞും അതോടൊപ്പം തന്നെ തലമുണ്ടനം ചെയ്തും അതോടൊപ്പം തന്നെ റീത്തുകൾ ദേഹത്ത് വെച്ചുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് എല്ലാ സീമകളും താണ്ടി തങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ തുടരുമെന്ന പ്രഖ്യാപനവുമായി അവർ മുമ്പോട്ട് എത്തിയിരിക്കുന്നതും എന്തായാലും തലസ്ഥാന നഗരിയുടെ സമൂഹ മനസാക്ഷിക്ക് മുമ്പിൽ വേദനപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. ഏതാണ്ട് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ നിയമനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ഏറെ നാളുകളായി ആഭ്യന്തര വകുപ്പിനെയും അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ തങ്ങളാലാവുന്ന എല്ലാ സംവിധാനങ്ങളെയും തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി കയറിയിറങ്ങാത്ത വാതിലുകളില്ല, മുട്ടാത്ത കഥകളില്ല. പക്ഷേ ഏത് തരത്തിൽ അവർ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടും അതൊന്നും സാധ്യമാകുന്നില്ലാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വേറിട്ട സമരവഴികൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് തങ്ങൾ മാറിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വ്യത്യസ്തമായ ഒരു സമരവുമായി ഈ ഉദ്യോഗാർത്ഥികൾ തെരുവിലേക്ക് എത്തുമ്പോൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി ഉണ്ടാകുക എന്ന് അറിയുന്നതിനുള്ള കാത്തിരിപ്പാണ് ബാക്കിയാകുന്നത്. കാരണം സംസ്ഥാനം വലിയ തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്കിടയിൽ പുതിയ നിയമനങ്ങൾ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന ബാധ്യതകൾ, അത് നടപ്പിലാക്കിയെടുക്കുമ്പോൾ അതിന് വഹിക്കേണ്ടി വരുന്ന മറ്റ് ചെലവുകൾ, ഇതൊക്കെ സംസ്ഥാനത്തിന് മുമ്പിൽ വലിയൊരു ബാധ്യതയായി മാറുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സമരവുമായി എത്രയും പെട്ടെന്ന്, അതായത് 13,975 പേർക്കായിരുന്നു നിയമനം ലഭിച്ചത്, ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ 21% മാത്രമാണ് ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച് നിയമനം ലഭിച്ചത്. ബാക്കി ഏതാണ്ട് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ ശേഷിക്കുന്നു. അവരുടെ നിയമനം കാലാവധി അവസാനിക്കാൻ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ 1.5 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ്. അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ് അടിയന്തരമായി സർക്കാർ ഇടപെടൽ തങ്ങളുടെ വിഷയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരവുമായി തെരുവിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ്? ഞാൻ എറണാകുളത്താണ്. ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഉണ്ടോ? ഞാനിപ്പോ 4 ദിവസം മാറി മാറി വരുന്നത്. ഇതിനു മുമ്പ് PSC പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അത് ആദ്യമായിട്ട് എഴുതിയ പരീക്ഷ? ഞാൻ ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പോലീസിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളതാണ്. അന്നും സപ്ലിയിലായിരുന്നു, ഇന്നിപ്പോ മെയിൻ ലിസ്റ്റിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമാണ്. ഞങ്ങൾ 5 വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഇതുവരെ ഒരു ആകെ 3000 നിയമനം, 21% മാത്രമേ ഇവർ നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഞങ്ങൾക്ക് 10,000 പേര് പുറത്തേക്കാണ്. അത് ഞങ്ങൾക്ക് എന്തായാലും 100% നിയമനം ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾ അർഹരാണ് അതിന്. ഞങ്ങൾ 5 വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും നിയമനം വേണം 100%. നിങ്ങൾ ആഭ്യന്തര വകുപ്പിൽ ആരെങ്കിലും കണ്ടിരുന്നോ? ഞങ്ങൾ കാണാത്ത ആരുമില്ല. ഞങ്ങൾ എല്ലാവരെയും കണ്ടു നോക്കി. ഡിവൈഎഫിന്റെ നേതാവിനെ കണ്ടു നോക്കി, പൊളിറ്റിക്കൽ സെക്രട്ടറിനെ കണ്ടു നോക്കി, എല്ലാവരെയും കണ്ടു നോക്കി. എല്ലാവർക്കും പുച്ഛഭാവമാണ്. അല്ലാണ്ട് ആരും ഞങ്ങൾ വിളിക്കുകയോ അല്ലാണ്ട് ശരിയാക്കി തരാമെന്നോ അങ്ങനെ ഒരു ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു പുച്ഛഭാവമാണ്. അല്ല, എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. അതിനിടയിൽ ഈ നിയമനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ നിയമനം നടത്താൻ വൈകുന്നതെന്ന ഒരു സൂചനയാണ് സർക്കാരിന്റെ ഞങ്ങൾക്ക്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഇപ്പൊ 2 നോട്ടിഫിക്കേഷൻ ഇപ്പൊ വീണ്ടും വന്നു കഴിഞ്ഞു. അങ്ങനെ പിന്നെ എന്താണ് 2 നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിച്ചത്? ഞങ്ങൾക്ക് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജോലി എന്നാ പോരെ? ഇപ്പൊ തന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് 2 നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ ഒറിജിനൽ ലിസ്റ്റ് ഇപ്പൊ വരാറായി. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നാൽ എക്സാം ഇപ്പൊ ആവാറായി. അങ്ങനെയാണെങ്കിൽ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എവിടെയാണ്? അങ്ങനെയുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര നോട്ടിഫിക്കേഷൻ വരുന്നത്? എത്ര എക്സാം നടത്തുന്നത് എന്തിനാണ്? അല്ല, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അപ്പൊ സ്വാഭാവികമായി 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അത് സർക്കാരിനെതിരായ ഒരു ജലദോഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഇടപെടൽ എന്തായാലും ഉണ്ടാവും ഞങ്ങൾ കരുതുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും 100% സർക്കാർ എന്തായാലും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വരുത്തുമെന്ന് ഞങ്ങൾ അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്തായാലും ഞങ്ങൾ 100% നോക്കിയിരിക്കുകയാണ് സർക്കാർ ഞങ്ങളെ. ഓക്കെ.
ഏതാണ്ട് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ന്യായം ഇങ്ങനെയൊരു സാമ്പത്തികമായ പ്രതിസന്ധി സർക്കാരിന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളെ ആശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്നതെന്നാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ സമരമുഖത്ത് ഒരു തീയായി അവരിങ്ങനെ കത്തിപ്പടരുന്നതും. എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ഇടപെടൽ അത് ഈ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് അവർ മുമ്പോട്ട് വെക്കേണ്ട ആവശ്യങ്ങളോട് കാണിക്കുന്നില്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള സമരമായി കത്തിപ്പടരും. അത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് ആയിരിക്കത്തില്ല. അതിന്റെ കൃത്യമായ തെളിവായി മാറുകയാണ് 14 ജില്ലകളിൽ നിന്നുള്ള 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ അടിയന്തരമായി തങ്ങളുടെ നിയമനം നടത്തിത്തരാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി പിന്നിടുന്ന ഈ ശക്തമായ സമരം. മുട്ടിലിഴിഞ്ഞും റീത്ത് വെച്ചും തലമുണ്ടനം ചെയ്തും മാത്രമല്ല അതിനും കഠിനമായ വഴികളിലും ഈ സമര സമിതിക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പുകല്ലിൽ മുട്ടിൽ കുത്തി നിന്നുകൊണ്ട് ഒരു വയലത്ത് തങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി തെരുവിൽ ആർത്ത് വിളിക്കുകയാണ് ഈ 100 കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ. എന്തായാലും ദിവസങ്ങളായി തുടരുന്ന ഈ സമരത്തോട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള അനുഭാവപൂർണമായ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ തന്നെ ആവർത്തിക്കുമ്പോൾ ഇവരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ആരിനി ഇടപെടുമെന്ന ഒരു ചോദ്യം കൂടി ബാക്കിയാകുകയാണ്. ഈ ഒരു സമരം വേണ്ട ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ലിസ്റ്റ് പൂർത്തിയാകാൻ 1.5 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ പ്രായോഗികമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാകാനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സമരമുറകളിലും വരുന്നൊരു സമരമുറയാണിത്. ഹിറ്റ്ലറുടെ കാലത്തുള്ള ഒരു ശിക്ഷാ നടപടിയാണിത്. അപ്പൊ ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതി 5 വർഷക്കാലം കഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഏത് ശിക്ഷ സ്വീകരിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഈ ലിസ്റ്റിന് 100% നിയമനം നടക്കണം. 5 വർഷക്കാലം കഷ്ടപ്പെട്ടിട്ട് 21% താഴെ മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത്. ഈ 1.5 മാസം കൊണ്ട് ഇതിനകത്തു നിന്നുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട എല്ലാ സമരമുറകളും ഞങ്ങൾ എടുക്കുന്നതാണ്. അല്ല, ഈ എന്തുകൊണ്ടാണ് ഈ നിയമനം അവർ നടത്താത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം. സാമ്പത്തിക പ്രതിസന്ധിയാണ് മറ്റെന്തൊക്കെ പരിപാടികൾ കേരള സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള അവഗണന കേരളത്തോട് ഉണ്ട് എന്നാണ് ധനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആവർത്തിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായി ഒരു വശത്ത് നിൽക്കുന്നുമുണ്ട്. അല്ലാണ്ട് നിങ്ങളോട് ഒരു ശത്രുതാ മനോഭാവം കാണിക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അതിപ്പോ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞങ്ങളുടെ പരീക്ഷയ്ക്ക് ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ ലിസ്റ്റിന്റെ നടപടികൾ പൂർത്തിയാകുകയും അടുത്ത പരീക്ഷ പുതിയൊരു നോട്ടിഫിക്കേഷൻ 3 പരീക്ഷയാണ് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അടുപ്പിച്ചെന്തിനാണ് 3 നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്? ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്തിയാൽ പോരെ? അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു വേർഡിൽ ഞങ്ങളെ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരങ്ങൾ തുടരുക തന്നെ ചെയ്യുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സമരം ശക്തമായി തുടരുമ്പോഴും സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വലിയ ചോദ്യമുണ്ട്. അതായത് 10,000-ഓളം ആളുകൾക്ക് ഒരുമിച്ച് നിയമനം നൽകി എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ സർക്കാരിനെ കൊണ്ട് എത്ര? ഞങ്ങൾ 13,000 പേര് ഉൾപ്പെട്ട ലിസ്റ്റിൽ 3,000 പേർക്ക് നിയമനം നടന്നിട്ടുള്ളൂ. അതായത് 21%. ഇനിയും അതിനകത്ത് 75% ഉണ്ട്. അതിൽ ന്യായമായ നിയമനമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എത്ര നിയമനമാണ് ആവശ്യപ്പെടുന്നത്? എത്ര തരത്തിൽ എത്രമാത്രം നിയമനം നടത്തിയാൽ ഈ പ്രതിഷേധം? മുൻകാലങ്ങളിൽ നടത്തിയ പോലെ തന്നെ 70%, 80% നിയമനം നടത്തിയാൽ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. ഇത് അതുപോലും കേൾക്കാനുള്ള മനസ്സ് അധികാരികൾ കാണിക്കുന്നില്ല. ഞങ്ങൾ നവകേരള സദസ്സിലടക്കം ഇങ്ങോട്ടേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ എല്ലാ പരിപാടികളിലും സർക്കാരിന്റെ അടുത്ത് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെയും ഞങ്ങളുടെ മനസ്സ് കേൾക്കാനോ ഞങ്ങളത് കാണാനോ അധികാരികൾ ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ശക്തമായ രീതിയിലുള്ള സമരമുറകൾ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. 10ാം ദിവസത്തേക്ക് കടക്കുകയും ഇനി ഞങ്ങൾക്ക് നിയമനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായ സമര നടപടികളിലൂടെ തന്നെ പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തുടർച്ചയായ സമര പരിപാടികളുമായി സർക്കാരിന്റെയും അധികാരികളെയും കണ്ണ് തുറക്കുന്നതുവരെ ഈ സമരം ശക്തമായി തന്നെ തുടരും എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്, ആ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം ശക്തമായി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം, വേർത്തൊടുക്കുകയാണ് ഈ ചൂടിൽ. ആ ചൂടിൽ ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ അവകാശം, ന്യായമായ അവകാശം അത് എത്രയും പെട്ടെന്ന് സാധ്യമാകാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ഇത്തരത്തിലൊരു സമരവുമായി ഈ ഉദ്യോഗാർത്ഥികൾ സമരമുഖത്തേക്ക് എത്തുന്നത്.
എന്തായാലും നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ കൊല്ലം കടക്കിൽ നിന്നാണ് വരുന്നത്. ഈ എല്ലാ ദിവസവും ആദ്യ ദിവസം മുതൽ ഇവിടെ ഉണ്ടോ? എല്ലാ ദിവസം വരെ ഇതുവരെ ഉണ്ട്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്നേ പറ്റൂ. 5 വർഷം കൊണ്ട് 2019 ഞങ്ങൾ ഇതിന്റെ പിറകെ നടക്കുവാണ്. ഇനി വേറെ 50 ദിവസം മാത്രമേ ഞങ്ങൾ മുന്നിലുള്ളൂ. നമുക്കിനി ചെയ്യാൻ വേറെ ഒന്നുമില്ല. സർക്കാർ കണ്ണു തുറക്കാൻ നമുക്ക് വേറെ വഴിയില്ല. ആത്മഹത്യ നമ്മൾ അവസാനം കെട്ടിത്തൂങ്ങേണ്ടി വന്നാൽ നമ്മളെ തയ്യാറാണ്. ഇല്ലെങ്കിൽ നമുക്ക് നിയമനത്തിലേക്ക് 55 ദിവസം മാത്രമേ നമ്മുടെ ജീവനുള്ളൂ. അത് കട്ടായോണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. 50 ദിവസം കൊണ്ട് നമ്മളെല്ലാം മരണപ്പെടും. ഈ എല്ലാവരും ജീവശവമായി മാറും. വേറെ ഓപ്ഷൻ ഞങ്ങൾക്കില്ല. സർക്കാർ കണ്ടു തുറന്നേ പറ്റൂ. സർക്കാർ നമ്മളെ കീഴാണ്. ഒരു രക്ഷയുമില്ല. നമ്മൾ അതിന് അവസാനം വരെ ഇതുപോലെ പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കും. ഇനിയുള്ള 55 ദിവസം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സർക്കാർ കണ്ടു തുറന്നാലേ പറ്റൂ. 2019 പിറകെ നടക്കുകയാണ്. 5 കൊല്ലം ഞങ്ങളുടെ ജീവൻ വിട്ട് 5 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ പോലീസ് ആവാൻ വേണ്ടി എത്ര നാൾ ആഗ്രഹിച്ചതാണെന്ന് അറിയാമോ? ഈ ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. മരിക്കാതെ വേറെ നിവർത്തിയില്ല. സർക്കാർ കണ്ണു തുറന്നേ പറ്റൂ. നിങ്ങൾ ഈ ഒരു PSC പരീക്ഷയിൽ ഈ ഒരു പരീക്ഷ മാത്രമാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? ഈ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ മാത്രമേ എഴുതിയിട്ടുള്ളൂ? അതെ. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതാഭിലാഷമാണ് എനിക്ക് പോലീസ് ഓഫീസർ ആവാന്നുള്ളത്. അവിടെ ഞാൻ വേറെ ടെസ്റ്റിന് വേണ്ടി പഠിക്കാറില്ല. ഇത് പോലീസ് ആവാന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും വരെ ലിസ്റ്റ് ഇട്ടതുകൊണ്ട് എങ്ങനെയായാലും നമുക്കൊരു നിയമം നടക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് 2019 ഒഴിവുകൾ ഇഷ്ടംപോലെ ഒഴിവുകളുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന കാരണം കൊണ്ട് മാത്രം എടുക്കാറുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങളുടെ ജീവശവർക്ക് കാണേണ്ടി വരും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അത്തരത്തിൽ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അടിയന്തരമായി സർക്കാരിന്റെ ഇടപെടൽ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ, ന്യായമായ കാര്യത്തിൽ, അർഹമായ കാര്യത്തിൽ ആ ഇടപെടൽ അനിവാര്യതയാണ്. ആ അനിവാര്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഈ സമരമുഖത്ത് ഇത്തരത്തിൽ ഒരു തീയായി ഇങ്ങനെ കത്തിപ്പടരുന്നതും നിരവധി സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റ് പരിസരം. ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇടപെടുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെയ്തിരുന്ന ഈ സമരം എന്ന് പറയുന്നതിനൊരു സത്യമുണ്ട്. കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഒഴിവുകൾക്കനുസരിച്ചുള്ള നിയമനങ്ങൾ മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള റാങ്ക് ലിസ്റ്റുകളെ ഇവിടെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തുടർച്ചയായിട്ടും അധികാരത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് നിലവിൽ വന്ന പോലീസിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് വന്ന റാങ്ക് ലിസ്റ്റാണ്. നമ്മുടെ കുടുംബങ്ങളും എല്ലാം നിങ്ങൾ വേണമെങ്കിൽ ഗവൺമെന്റിന് പരിശോധിക്കാം, ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് എടുക്കാം. നമ്മളിവിടെ കിടക്കുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ അവസ്ഥ. കാരണം ഇത് കുട്ടിക്കളിയല്ല. ഗവൺമെന്റ് പറയുന്ന കുട്ടിക്കളിയാണ്. നമ്മൾ കുറച്ച് ദിവസം സമരം ചെയ്യുമ്പോൾ പോകത്തില്ല. നമ്മളവിടെ ഫ്ലെക്സിൽ വായിച്ചു നോക്കിയത് ജീവിത സമരമാണ്, നമുക്കുള്ള അവകാശമാണ്, നമുക്കത് കിട്ടിയേ പറ്റൂ. കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കിടയ്ക്കോ വേറെ ഒന്നിനുമല്ല. ഇത് ഭരണവ്യവസ്ഥയിലുണ്ടായ ഒരു മണ്ടം പരിഷ്കാരത്തിന്റെ ഇരകളാണ്. ഇനി നമ്മൾ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള വൈകാരികമായ വാക്കുകളിലൂടെ തങ്ങളുടെ ദുഃഖം, രോഷം അത് അണപൊട്ടുന്ന തരത്തിൽ വാക്കുകളായി അവർ സർക്കാരിനോട് അറിയിക്കുകയാണ്, സർക്കാരിന് മുമ്പിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ഈ റീത്ത് വെച്ച ഉദ്യോഗാർത്ഥികളെയും എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് കൂടെയുള്ള മറ്റുള്ളവർ, സമരത്തിൽ പങ്കെടുക്കുന്നവർ. എങ്ങനെയും തങ്ങളുടെ ആവശ്യം, ന്യായമായ ആവശ്യം, അത് കൃത്യമായി അതിൽ ഇടപെടൽ നടത്തി അടിയന്തരമായി അതിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരവുമായി സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തലസ്ഥാന നഗരിയുടെ തെരുവിലേക്ക് തീയായി സമരമുഖമായി ഇങ്ങനെ കത്തിപ്പടരുന്നു. കത്തുന്ന സൂര്യനെ സാക്ഷിയാക്കിയാണ് ഈ സമരമുദ്രാവാക്യങ്ങൾ തലസ്ഥാന നഗരിയെയും സെക്രട്ടേറിയറ്റ് പരിസരത്തെയും ചൂടുപിടിപ്പിക്കുന്നത്. ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉദ്ദേശമെങ്കിൽ, അധികാരികളുടെ ഉദ്ദേശമെങ്കിൽ, അതിനു മുൻപിൽ തോറ്റുകിടക്കത്തില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ന്യായമായ അവകാശം, തങ്ങളുടെ അർഹമായ അവകാശം അടിയന്തരമായി നേടിത്തരാൻ
സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവുമായി ഇത്തരത്തിൽ ശവമഞ്ചവുമായി സമരം ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇവരുടെ ന്യായമായ ആവശ്യത്തിന് മുമ്പിൽ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ പ്രേക്ഷകർക്ക് നമസ്കാരം. Never